പ്രിയപ്പെട്ട കുട്ടികളെ, കോർഡിനേറ്റ്സ് എന്ന അധ്യായം കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എന്ത് വേണം? റിവിഷൻ ചെയ്യാം അല്ലെ. ഇതിൽ നിന്ന് ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാനില്ല കേട്ടോ. അതുകൂടാതെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന വേറൊരു ചാപ്റ്റർ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. നമുക്ക് അതിന്റെ റിവിഷൻ ക്വസ്റ്റ്യൻസിൽ ഇവിടെ കടന്നു പോവാം. ചോദ്യം നോക്കുക. ഡ്രോ ദ എക്സ് ആൻഡ് വൈ ആക്സിസ്. പ്ലോട്ട് ദ പോയിന്റ്സ് 0, 0, 0, 5, 5, 5, 5, 0. Join the points in order. Write the suitable name for the quadrilateral. ചാപ്റ്റർ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇതിനെ പറ്റി സൂചിപ്പിച്ചിരുന്നതാണ്. ഇത് എക്സാമിന് സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്, അത് നമുക്ക് ഇതിൽ തന്നെ ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് ഡ്രോ എക്സ് ആൻഡ് വൈ ആക്സിസ്. നമ്മൾ എക്സ് വൈ ആക്സിസ് വരയ്ക്കുക. എക്സ് വൈ ആക്സിസ് വരയ്ക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഇതിൽ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടതില് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വലത്തോട്ട്, ഇടത്തോട്ട്, താഴോട്ട്, മുകളിലേക്ക് വരുന്ന ഒരു എക്സ് വൈ ആക്സിസ് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആരോ മാർക്കിട്ട് എക്സ് വൈ, എക്സ് ഡാഷ്, വൈ ഡാഷ് എന്ന് നമ്മൾ പോയിന്റ്സ് എഴുതും, മാർക്ക് ചെയ്യും അല്ലെ. നമ്മൾ അതിനെ ആക്സിസിന് പേര് കൊടുത്തിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ 0-യിൽ നിന്ന് അഥവാ ഒറിജിനിൽ നിന്ന് 0-0-യിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് വലത്തോട്ട്, ഈക്വൽ ഡിസ്റ്റൻസ് മുകളിലേക്ക്, 0-യിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ലെഫ്റ്റ് സൈഡിലേക്ക്, 0-യിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് താഴത്തോട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട്, വലത്തോട്ടാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആണ് 1, 2, 3, 4, 5, മുകളിലേക്കും പോസിറ്റീവ് ആണ് 1, 2, 3, 4, 5, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ആയി, താഴേക്കും -1, -2. ഇവിടെ ചില കുട്ടികൾ തെറ്റിക്കുന്ന, അശ്രദ്ധമായിട്ട് തെറ്റിച്ചു ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാല് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ തൊട്ട് എഴുതി പോവും. -1, -2, -3, -4, -5 എന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുതി പോകും. നമ്മൾ പേപ്പർ വാല്യുവേഷന്റെ സമയത്ത് കുറെ പേപ്പറുകൾ അങ്ങനെ കാണാറുള്ളതുകൊണ്ട് പറഞ്ഞാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് തുടങ്ങും 1, 2, 3, 4, 5, 6 എന്നും പറഞ്ഞ് തുടങ്ങും. ഇല്ല, 0-യിൽ നിന്ന് വലത്തോട്ട് മുകളിലേക്ക് പോസിറ്റീവ് 1, 2 നമ്പേഴ്സ്, ദെൻ 0-യിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് താഴത്തേക്ക് -1, 2 നമ്പേഴ്സ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി പ്ലോട്ട് ദ പോയിന്റ്സ്. ഫസ്റ്റ് വൺ 0, 0, 0, 0 is the origin. So 0, 0 നമ്മൾ പ്ലോട്ട് ചെയ്തു. ഒറിജിൻ, ദിസ് ഈസ് ദ പോയിന്റ് 0, 0. ദെൻ 0, 5. 0, 5 എന്ന് പറഞ്ഞാൽ x0, y-ലെ 5, 0, 5. അപ്പൊ നമ്മൾ പറഞ്ഞാണല്ലോ x0, y5, y മാത്രമേ അവിടെയുള്ളൂ. സോ ദ പോയിന്റ് ഈസ് ഓൺ ദി y ആക്സിസ്. y ആക്സിസിലെ 5 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഏത്? 0, 5 എന്ന് പറയുന്ന പോയിന്റ്. കണ്ടോ, 0, 5 എന്ന് പറയുമ്പോൾ 0, 5, x0, x ഇല്ല, y 5 ആണ്, y-ലെ 5 അത്രേ ഉള്ളൂ. 5, 5 എന്ന് പറഞ്ഞാലോ x-ലെ 5, y-യുടെയും 5 തന്നെ. എക്സും വൈയും 5 ആണ്. അപ്പൊ x-ലെ 5 ഇങ്ങോട്ടും y-ലെ 5 ഇത് കണ്ടോ, ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് നമ്മള് ഡോട്ട് ലൈൻ ഇടണ്ട കേട്ടോ. നമുക്ക് ജോയിൻ ദ പോയിന്റ്സ് ആൻഡ് നെയിം ദ ഫിഗർ എന്ന് പറയുമ്പോൾ ഡോട്ട് ലൈൻ ഇട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഗ്രാഫ് ബുക്കിലൊക്കെയാണ് വളരെ എളുപ്പം ചെയ്യാൻ കിട്ടുന്നത്. അപ്പൊ ഇതാണ് പോയിന്റ്. ഈ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാണ്. ഏതാണ്? 5 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് 50. 50 എന്ന് പറഞ്ഞാൽ ഏതാണ്? x-ലെ 5, y-ലെ 0. x ഉള്ളൂ, x-ലെ 5 ഏതാണ്? ഇത്. സോ ദിസ് ഈസ് ദ പോയിന്റ് 50. കണ്ടോ, 4 പോയിന്റ്സ് കിട്ടി. ഇനി പറഞ്ഞിരിക്കുന്നത് ജോയിൻ ദ പോയിന്റ്സ് ഇൻ ഓർഡർ. ക്രമത്തിൽ ഇവ യോജിപ്പിക്കുക. അപ്പൊ ക്രമത്തിൽ യോജിപ്പിച്ചപ്പോ 0, 0-യിൽ നിന്ന് 50-ലേക്ക് ഓൾറെഡി ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി 50-യിൽ നിന്ന് എങ്ങോട്ട്? 5-5-ലേക്ക്. 50-യിൽ നിന്ന് 5-5-ലേക്ക് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തു. ദെൻ 5-5-ൽ നിന്ന് 0-5-ലേക്ക്, 5-5-ൽ നിന്ന് 0-5-ലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇത് ജോയിൻ ചെയ്തപ്പോൾ എന്ത് ഫിഗറാ കിട്ടിയത്? നെയിം ഫോർ ദ ക്വാഡ്രിലാറ്ററൽ. റൈറ്റ് ദ സ്യൂട്ടബിൾ നെയിം ഫോർ ദ ക്വാഡ്രിലാറ്ററൽ. ഈ ചതുർഭുജത്തിന് ഏറ്റവും അനുയോജ്യമായ പേര് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര്. ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് എന്തായിരിക്കും? സ്ക്വയർ എന്നാ. കാര്യം എന്താ? ഇവിടുന്ന് ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 5 ആണ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 5 ആണ്, ഇതും 5 ആണ്, ഇതും 5 ആണ്. സോ ദിസ് ഈസ് എ എന്താണ്? സ്ക്വയർ. സോ ദ സ്യൂട്ടബിൾ നെയിം ഫോർ ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് സ്ക്വയർ. മനസ്സിലായല്ലോ? ഇങ്ങനത്തെ ഒരു ചോദ്യം 3 മാർക്കിന് ചോദിക്കും. എക്സ് വൈ ആക്സിസ് വരച്ച് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ തന്നെ 1 മാർക്ക് കിട്ടും.
പിന്നെ നമ്മൾ ഈ പോയിന്റ്സ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അവിടെ 1 മാർക്ക് കിട്ടും. പിന്നെ അത് ജോയിൻ ചെയ്തിട്ട് ഒരു പേര് എഴുതുമല്ലോ, അപ്പോഴും കിട്ടും 1 മാർക്ക്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് 3 മാർക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണിത്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ, അപ്പോൾ ഇത് സ്ക്വയർ എന്ന് വരച്ചല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ഞാൻ വരയ്ക്കുകയാണ്. ചോദ്യം എന്താണ്? -3 - 1 കണ്ടോ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. -3 - 1 എക്സ് -3യും വൈയിലെ -1ഉം. എക്സിലെ -3യും വൈയിലെ -1ഉം കൂടി ഇവിടെ അല്ലേ മക്കളെ? അപ്പൊ ഇവിടെയാണ് ഏത് -3 - 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ. ഓക്കെ, ദെൻ ഇത് 2 - 1 ആണ്. 2 - 1 എക്സിന്റെ 2ഉം വൈയുടെ -1ഉം. എക്സിന്റെ 2ഉം വൈയുടെ -1ഉം കൂടെ വരുന്ന എവിടെയാ? ഈ 2വിന്റെ താഴെയായിട്ട് വരും. അപ്പോ ഇവിടെ തന്നെ ആയിട്ട് വരും. ഏകദേശം ഇവിടെ തന്നെ വന്നു. കണ്ടോ, ഇതാണ് 2 - 1 എന്ന് പറയുന്ന പോയിന്റ്. 2 - 1. ദെൻ 3 എന്ന് പറയുന്ന ഏതാ? എക്സിലെ 3യും വൈയിലെ 2ഉം കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏകദേശം ഇവിടെ ആയിട്ട്. അതാണ് 3 ദെൻ -2 എന്ന് പറഞ്ഞാൽ എക്സിലെ -2ഉം വൈയുടെ 2ഉം -2 ദെൻ 2 ഇവിടെ ആയിട്ട് വരും. -2 എന്ന് പറയുന്നത്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോയിൻ ദ പോയിന്റ്സ് ഇൻ ഓർഡർ. -3 - 1ഉം 2 - 1ഉം കൂടെ ജോയിൻ ചെയ്യാം. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ ഇങ്ങനെ വന്നു. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തു. ദെൻ അവിടെ നിന്ന് 3-2ലേക്ക് ജോയിൻ ചെയ്യാം. 3-2ലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തു. ദെൻ അവിടെ നിന്ന് -2-2ലേക്ക് ജോയിൻ ചെയ്യാം. -2-2ലേക്ക് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തു. കണ്ടോ, ഇത് കണ്ടോ, എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫിഗറിന് അനുയോജ്യമായിട്ടുള്ള പേര് എന്താണ്? ഇതിന് അനുയോജ്യമായിട്ടുള്ള പേര് എന്താണ്? പാരലോഗ്രം. സോ ദ നെയിം ഓഫ് ദിസ് ഫിഗർ ഈസ് പാരലോഗ്രം. ഇത് ആൻസർ ഷീറ്റിൽ എഴുതി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് 3 മാർക്കാണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? പാരലോഗ്രം ആണ് ഈ ഫിഗറിന്റെ പേര്. ശരിയല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? നോക്കിയേ. ക്ലാസിഫൈ ദ ഫോളോയിങ് പോയിന്റ്സ് ആസ് പോയിന്റ്സ് ഓൺ ദി എക്സ് ആക്സിസ്, ഓൺ ദ വൈ ആക്സിസ് ആൻഡ് നോട്ട് ഓൺ ദ ആക്സിസ്. ദെൻ പോയിന്റ്സ് ആർ ഗിവൻ. തന്നിരിക്കുന്ന പോയിന്റ്സ് എക്സ് ആക്സിസിലെ പോയിന്റ് ആണോ, വൈ ആക്സിസിലെ പോയിന്റ് ആണോ, അല്ലെങ്കിൽ ആക്സിസിൽ വരാത്ത പോയിന്റ് ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ടല്ലോ, എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ എക്സ് മാത്രമേ ഉള്ളൂ, എന്ത്? വൈ 0 ആണ്. വൈ ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ വൈ ഉണ്ട്, എക്സ് 0 ആണ്. മനസ്സിലായല്ലോ? എക്സ് 0 ആയിരിക്കും, വൈ എന്ന പോയിന്റ് ഉണ്ടായിരിക്കും. ഇനി ഇതിൽ രണ്ടിലും പെടാത്ത പോയിന്റ് ആണെങ്കിൽ ഒന്നുകിൽ പുറത്ത് ഇത് എക്സിലും വൈയിലും അല്ലാത്ത ഒരു പോയിന്റ് ആയിട്ട് വരും. കണ്ടോ, O00 എന്ന് പറയുന്ന ഒറിജിൻ എന്നും പേര് പറയും. അപ്പോ ഇവിടെ 40 കണ്ടോ, വൈ 0 ആയിട്ടുള്ളത്. ദെൻ ½ 0 വൈ 0 ആയിട്ടുള്ളത് ആർ ഓൺ ദി ഏത് ആക്സിസ് ആണെന്ന് പറഞ്ഞേ? എക്സ് ആക്സിസ് ആണ്. ഓൺ ദി എക്സ് ആക്സിസ്. കാരണം എന്താ? വൈ കോർഡിനേറ്റ്സ് ആർ 0. റീസൺ നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം. വൈ കോർഡിനേറ്റ്സ് ആർ 0. സോ ദീസ് പോയിന്റ്സ് ആർ ഓൺ ദി എക്സ് ആക്സിസ്. ദെൻ എക്സ് 0 ആയിട്ട് വരുന്ന ലെറ്റർ ഉണ്ടല്ലോ. എക്സ് 0 ആയിട്ട് വരുന്ന 07. ദെൻ 03/4 ആർ ഓൺ ദി വൈ ആക്സിസ്. കണ്ടോ, 07ഉം 03/4ഉം വൈ ആക്സിസിലാണ്. കാരണം എക്സ് 0 ആയതുകൊണ്ട്. മനസ്സിലായല്ലോ? ദെൻ ഇനി ഉണ്ടല്ലോ 32 ഉണ്ട്, -2√2 ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്ത് പറയും? 32 ആൻഡ് -2√2 ആർ നോട്ട് ഓൺ ദി ആക്സിസ്. ആർ നോട്ട് ഓൺ ദി ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. മനസ്സിലായല്ലോ? പ്രിയകുട്ടികളെ, ഈ അധ്യായത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാലും നമുക്ക് ചെയ്തു പോകാം കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ പഠിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റൻ ഒന്ന് നോക്കിയേ. P73Q -53 are 2 points on a line. P and Q are 2 points on a line. Write the coordinates of another point on PQ. That is the first question. Find another point, coordinates of another point on PQ. അപ്പൊ ഈ പിന്റെയും ക്യൂവിന്റെയും പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിയേ. P coordinates of P is 7, 3 and coordinates of Q is
-5 3. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കി, നമുക്ക് നോക്കാം. 7 3 എന്ന് പറയുന്നത് എങ്ങനെ എവിടെ ഇരിക്കും? എക്സ് വൈ ആക്സിസ് വരച്ചു, എക്സിലെ 7ഉം വൈയിലെ 3ഉം ഇവിടെ ആയിട്ട് വന്നു അല്ലെ. 7 3 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ വന്നു എന്ന് വരുത്. ഇങ്ങനെ എക്സ് ആക്സും ഇങ്ങനെ വൈ ആക്സും വരച്ചു കഴിഞ്ഞാൽ 7 3 എന്ന് പറയുന്നത് അവിടെ വന്നു എന്ന് വരുത്. ഇനി അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞ് -5 3. ഈ -5 3 എന്ന് പറയുന്നത് എവിടെ വരും? -5 ഇവിടെ, -5ഉം 3 ഇവിടെ. കണ്ടോ, ഇങ്ങനെ ഒരു പോയിന്റ് ആണ് ക്യൂ, ഇതാണ് പി. കണ്ടോ, 7 3ഉം ഏത് -5 3ഉം. പോയിന്റ് ഒന്നും പ്ലോട്ട് ചെയ്യണ്ട, ജസ്റ്റ് നമ്മൾ മൈൻഡിലുണ്ടായാലും മതി. ഞാൻ വരച്ചു കാണിച്ചത് മാത്രം. അപ്പോ 7 3ലും -5 3ലും y coordinates are same. If the y coordinates are same, that line is parallel to the x axis. മനസ്സിലായോ? കൂടാതെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലെ എല്ലാ y കോർഡിനേറ്റ്സും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലൈൻ പി ക്യു എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിൽ ഏത് പോയിന്റ് എടുത്താലും ഉണ്ടല്ലോ മക്കളെ, എന്താണ് y കോർഡിനേറ്റ് എത്ര തന്നെ ആയിരിക്കും? 3 ആയിരിക്കും. എങ്കിൽ നമ്മുടെ എ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് അനദർ പോയിന്റ് ഓൺ പി ക്യു. മറ്റൊരു പോയിന്റ് നിങ്ങളിപ്പോ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? y കോർഡിനേറ്റ് 3 ആയാൽ മതി. എക്സ് എന്തും ആയിക്കോട്ടെ. അപ്പോ 1 3യോ 2 3യോ 4 3യോ എന്ത് 3 വേണമെങ്കിലും എക്സ് ഏത് ആയിക്കോട്ടെ, y 3 ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ ദാറ്റ് പോയിന്റ് ഈസ് ഓൺ ദിസ് ലൈൻ. ഓക്കെ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് 2 പോയിന്റ്സ് ഓൺ എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു പി ക്യു. പി ക്യു എന്ന് പറയുന്ന വരയ്ക്ക് പാരലൽ ആയിട്ട് മറ്റൊരു വര, പി ക്യു എന്ന വരയ്ക്ക് പാരലൽ ആയിട്ടുള്ള മറ്റൊരു വര. അപ്പൊ മറ്റൊരു വര ഇങ്ങനെയാണ് എഴുതുക. എന്തിനാ? പി ക്യുവിന് പാരല്. പി ക്യുവിന് പാരൽ ആണെങ്കിൽ ഓൾറെഡി എന്തിന് പാരല്? യെസ്, എക്സിന് പാരലാണ്. എക്സിന് പാരലാണ്. അപ്പൊ ഈ കടന്നു പോകുന്ന 2 എന്ന് പറയുന്നത് വൈയിലെ 2ൽ കൂടിയാണെന്ന് കരുതുക. എങ്കിൽ ഈ ലൈനിന്റെ നമ്മുടെ ചോദ്യം റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് 2 പോയിന്റ്സ് ഓൺ എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു പി ക്യു. അപ്പോ പി ക്യു എന്ന് പറയുന്നത് ലൈൻ പി ക്യു ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പൊ നമ്മുടെ പുതിയ വര എന്ന് പറയുന്നത് ഈസ് പാരലൽ ടു ദി എക്സ് ആക്സിസ് എന്നർത്ഥം. പുതിയ വര എക്സ് ആക്സിന്റെ പാരലാണ്. എക്സ് ആക്സിന്റെ പാരലായിട്ടുള്ള വരയുടെ പ്രത്യേകത എന്താ? y കോർഡിനേറ്റ്സ് സെയിം ആണ്. അപ്പോ എന്തെങ്കിലും പറഞ്ഞോ 5 2 6 2 8 2 എന്തും പറയാം. കണ്ടോ, y കോർഡിനേറ്റ് 2 എന്നല്ല, 5 എന്നാകാം, 6 എന്നാകാം, 8 എന്നാകാം, 10 എന്നാകാം, എന്തും ആയിക്കോട്ടെ, പക്ഷെ സെയിം. y കോർഡിനേറ്റ് സെയിം. കാരണം എന്താണ്? ദാറ്റ് ലൈൻ ഈസ് പാരലൽ ടു ദി എക്സ് ആക്സിസ്. പിടിയിട്ടല്ലോ പ്രിയകുട്ടികളെ. 4ാമത്തെ ചോദ്യം എന്നത് തൊട്ടു മുൻപ് ചെയ്തതിന് ഏകദേശം സമാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം നോക്കാം. A52 B57 are 2 points on a line. Write the coordinates of another point on AB. കണ്ടോ, 52 and 57 are 2 points on a line AB. AB എന്ന് പറയുന്ന ഒരു വരയുണ്ട്. അതിലെ 2 പോയിന്റ്സ് ആണ് 52ഉം 57ഉം. അപ്പോ 52 57 എന്ന് പറയുന്നതിലെ എക്സുകൾ സെയിം അല്ലേ? എക്സുകൾ സെയിം ആയതുകൊണ്ട് ദാറ്റ് ലൈൻ ഈസ് പാരലൽ ടു ദി വൈ ആക്സിസ്. കണ്ടോ, അത് നമ്മൾ വരച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ഷീറ്റിൽ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് വരച്ചു വെക്കാട്ടോ. എങ്ങനെയാണ്? 52 and 57. 52 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് 52 വരികയാണെങ്കിൽ 57 എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് 57 വന്നു. കണ്ടോ, ഇതാണ് എ ബി എന്ന് പറയുന്ന പോയിന്റ്. കറക്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യണ്ടോ, നമ്മൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വരച്ചു എന്നേ ഉള്ളൂ. So this line is, എന്തുകൊണ്ട്? x coordinates are same. x coordinates are same. So this line is parallel to the y axis. Parallel to the y axis. മനസ്സിലായല്ലോ? Then ചോദ്യം ഇതാണ്. Write the coordinates of another point on AB. ABയിലെ മറ്റൊരു പോയിന്റ് എഴുതാൻ. ABയിൽ ഒരു പോയിന്റ് എഴുതിയത് ഇവിടെ ഒരു പോയിന്റ് വരികയാണെന്ന് എഴുതാം. 5 4 എന്ന് എഴുതാം. കണ്ടോ? So write another point on AB എന്ന് പറഞ്ഞാൽ 5 4 എഴുതാം. താഴെ 5 1 എഴുതാം. താഴത്തേക്ക് എഴുതുമ്പോൾ നമുക്ക് വേറെ ഒരുപാട് പോയിന്റ്സ് അവിടെ മാർക്ക് ചെയ്യാം. So 5 4. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ 5 6 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സോ 5 6 5 4 5 3. ഇതാണ് another points on AB എന്ന് പറയുന്നത്. Then second question is write the coordinates of 2 points on a line which is perpendicular to AB. ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ. AB എന്ന് പറയുന്നത് പാരലൽ ടു y ആക്സിസ്. എങ്കിൽ ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ പാരലൽ ടു x ആക്സിസ് ആയിരിക്കും. ഇങ്ങനെ ഒരു വരയായിരിക്കും. കണ്ടോ, ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വര എന്ന് പറയുന്നത് എക്സിന് പാരലായിരിക്കും. എക്സിന് പാരൽ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? വൈകൾ സെയിം ആയിരിക്കും. എക്സിന് പാരലാണെങ്കിൽ വൈകൾ സെയിം ആയിരിക്കും. അപ്പോ വൈ സെയിം ആക്കിക്കൊണ്ട് y2 എടുത്തോളുക. അപ്പോ 1 2 3 2 5 2 എന്ന് പറയുന്ന ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? അതായിരിക്കും എന്താ രണ്ടാമത്തെ ആൻസർ.
Write the coordinates of 2 points on a line which is perpendicular to AB. AB എന്ന് പറയുന്ന വര y ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വര x ആക്സിസിന് പാരലൽ ആയിരിക്കും. x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വരയുടെ y കോർഡിനേറ്റുകൾ സെയിം ആയിരിക്കും. സോ 1 2 3 2 5 2 7 2 ഏത് വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാം. x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഇങ്ങനെ വരച്ചാൽ അതിന്റെ y കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. എപ്പോഴും 2 അല്ലാട്ടോ, ഇങ്ങനെ വരച്ചിരിക്കുന്നു 1 2 3 2 മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. 1 2 3 2 അങ്ങനെ പോകുന്ന ഒരു ലൈൻ ആകാം. നമ്മുടെ ലൈൻ ഇതായിരുന്നു, ഏത് എ ബി എന്ന് പറയുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിലെ y കോർഡിനേറ്റ് സെയിം ആയാൽ മതി. അപ്പോൾ ആൻസർ ആയിട്ട് നമുക്ക് 1 2 3 2 എന്ന് വേണമെങ്കിൽ എഴുതാം. വേറെ 5 3 6 3 എന്ന് എഴുതാം. വേറെ 5 4 7 4 ഇങ്ങനെ എഴുതാം. അതായത് y കോർഡിനേറ്റ് സെയിം ആയാൽ മാത്രം മതി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലായല്ലോ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ചോദ്യം: ഇൻ ദ ഫിഗർ O is the origin and the coordinates of the point P is -2 -1. PA is parallel to x-axis and AB is parallel to y-axis. If PA is equal to 5 units, find the coordinates of A and B. That's the question. എന്താ മനസ്സിലായത്? P എന്ന പോയിന്റ് -2 -1 ആണ്. PA is parallel to the x-axis and this AB is parallel to the y-axis. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. പിയുടെ കോർഡിനേറ്റ്സ് -2 -1 ആണ്. പിയുടെ കോർഡിനേറ്റ്സ് -2 -1 ആണ്. എങ്കിൽ എയുടെ കോർഡിനേറ്റ്സിലെ y കോർഡിനേറ്റ് ഏതായിരിക്കും? എക്സിന് പാരലായിട്ടുള്ള വരയാണെങ്കിൽ അതിലെ വൈകളെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ y നെഗറ്റീവ് എന്ന് എഴുതാം. കണ്ടോ, എക്സിന് പാരലായിട്ടുള്ള ഒരു വര തന്നിട്ടുണ്ടെങ്കിൽ ആ വരയിലെ എല്ലാ പോയിന്റ്സിന്റെയും y കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. സോ y കോർഡിനേറ്റ് ഈസ് -1. ഹിയർ ഓൾസോ y കോർഡിനേറ്റ് ഈസ് -1. ഇനി അടുത്ത കാര്യം, ഇത് -2 എന്ന് പറഞ്ഞിരിക്കുന്നു. -2 എന്ന് പറയാൻ കാരണം ഇത് എന്തായിരിക്കണം? -2 ആയതുകൊണ്ടായിരിക്കുമല്ലോ അല്ലെ. എക്സ് ആക്സിൽ -2 ആയതുകൊണ്ടാണല്ലോ -2 എന്ന് പറയാൻ കാരണം. ഇത് -1 ആണ് അല്ലെ. അപ്പൊ -2 മുതൽ O is the origin എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് 2 അല്ലേ? ഡിസ്റ്റൻസ്, അകലം, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അകലം 2 അല്ലേ. നമുക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, PA 5 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് ടോട്ടൽ ലെങ്ത് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയായിരിക്കണം? 3 ആയിരിക്കണം അല്ലെ. അപ്പൊ 3 ആണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റ് ഏതാ? 3 അല്ലേ. ബി എന്ന് പറയുന്ന എക്സ് ആക്സിലെ പോയിന്റ് 3 അല്ലേ. സോ ദിസ് പോയിന്റ് ഈസ് 3. ഇനി ബിയുടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. ബി ഈസ് എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. സോ വൈ കോർഡിനേറ്റ് ഈസ് 0. കണ്ടോ, എല്ലാം കിട്ടി. എന്ത് എളുപ്പമാണ് കിട്ടിയത് അല്ലെ. 6th ക്വസ്റ്റിനിലേക്ക് കിടക്കാം. ചോദ്യം കാണുമ്പോൾ തന്നെ ദേ ആൻസർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിന്റെ ആൻസർ പറഞ്ഞു തരും കേട്ടോ. ചോദ്യം ദേ: ഇൻ ദ ഫിഗർ O is the center of the circle. If the coordinates of A are 3 0, find the coordinates of B, C and D. ആൻസർ ആയല്ലോ. O is the center of the circle. A is 3 0. 3 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ് 3യും y കോർഡിനേറ്റ് 0യുമാണ്. കണ്ടോ, y കോർഡിനേറ്റ് 0 ആണ്. y കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് 0 ആണെന്ന് അർത്ഥം അല്ലെ. ഇനി O is the center of the circle. O സെന്റർ ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ, ദാറ്റ് ഈസ് റേഡിയസ്, അതെല്ലാം 3 ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും 3 വീതമായിരിക്കും. കാരണം ഇത് 3 ആണ്. ഇത് 3 ആയതുകൊണ്ട് ആ ഡിസ്റ്റൻസ് 3 ആണ്. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് പറയാം ബിയുടെ കോർഡിനേറ്റ്സ് പറ. ബി എന്ന് പറയുന്നത് y ആക്സിസിലായിരിക്കും അല്ലെ. അതില് എക്സ് 0 ആണ്. സോ 0 3. ഇനി സി ഏതാണ്? സി ഇടത്തോട്ടാ പോന്നിരിക്കുന്നത്. ഇവിടുന്ന് ഇടത്തോട്ടാ പോന്നിരിക്കുന്നത്. ഇടത്തോട്ട് പോന്നിരിക്കുന്നതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് -3 y 0 തന്നെയാണ്. കണ്ടോ. ഇനി അതുപോലെ തന്നെ ഇതേതായിരിക്കും? ഇത് എക്സ് 0 ആണ്. y -3. 0 -3. സോ ദീസ് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ബി, സി ആൻഡ് ഡി. മനസ്സിലായില്ലേ? ഏഴാമത്തെ ചോദ്യം നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് പരിശീലിച്ചത് പോലത്തെ ഒരു ചോദ്യമാണ്. സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് 2 3 ആൻഡ് റേഡിയസ് ഈസ് 7 യൂണിറ്റ്സ്. എക്സാമിൻ വെദർ ദ പോയിന്റ് 8 2 ഈസ് ഓൺ ദ സർക്കിൾ. 8 2 എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിലെ പോയിന്റ് ആണോ? ഓൺ ദ സർക്കിൾ, സർക്കിളിലെ പോയിന്റ് ആണോ അല്ലെ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസൈഡ് ദ സർക്കിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ, ഇതിലെ എവിടെ വരും എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് പഠിച്ചതായിരുന്നു. നമുക്ക് ഇത് നോക്കാം. O is center of a circle is 2 3. ഒരു സർക്കിളിന്റെ സെന്റർ ആണ് ഏത്? 2 3 എന്ന് പറയുന്നത്. Then
റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈ 7 യൂണിറ്റ്സ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. സോ ഓയിൽ നിന്ന് ഈ സർക്കിളിലെ ഏത് പോയിന്റിലേക്കുമുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? 7 ആയിരിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെദർ ദ പോയിന്റ് 8-2, അപ്പൊ ഈ പോയിന്റ് 8-2 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അത് അകത്തോ പുറത്തോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിന് OA ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യാം. OA കാണാനായിട്ട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. O എന്ന് പറയുന്നത് 2-3 ആണ്. A എന്ന് പറയുന്നത് 8-2 ആണ്. നമ്മൾ x1 y1 x2 y2 എന്ന പേരുകൾ കൊടുത്തിട്ട് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്തു. റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുലയില് ഈ ഡിസ്റ്റൻസ് ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. റൂട്ട് ഓഫ് 2 മൈനസ് 8 ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 2 ഹോൾ സ്ക്വയർ. 2 മൈനസ് 8 ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 2 ഹോൾ സ്ക്വയർ ചെയ്ത് നോക്കാം. ഈസിക്കൽ ടു റൂട്ട് ഓഫ് 2ൽ നിന്ന് 8 കുറച്ചാൽ -6 സ്ക്വയർ പ്ലസ് 3ൽ നിന്ന് 2 കുറച്ചാൽ 1 സ്ക്വയർ എന്ത് കിട്ടും? 36 പ്ലസ് 1 37. റൂട്ട് 37 എന്നത് 7നേക്കാൾ ചെറുതോ വലുതോ? റൂട്ട് 37 എന്നുള്ളത് 7നേക്കാൾ. അപ്പൊ 7 എന്ന് പറയുന്ന 7 എന്ന് പറയുന്ന നമ്പറിന് നമുക്ക് റൂട്ട് 49 എന്ന് എഴുതാം. 7 എന്നതിന് പകരം റൂട്ട് 49 എന്ന് എഴുതാം. അപ്പോ റൂട്ട് 37 ഈസ് ലെസ് ദാൻ റൂട്ട് 49. ദാറ്റ് ഈസ് റൂട്ട് 37 ഈസ് ലെസ് ദാൻ the radius 7. So this point A is inside the circle. A is a point inside the circle. A is inside the circle. Okay? മനസ്സിലായല്ലോ? പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതും എന്നാൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ടതുമായിട്ടുള്ള ഈ പാഠത്തിലെ ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഈ റിവിഷൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് റെക്ടാംഗിൾ കോർഡിനേറ്റ്സ് ഓഫ് other two vertices. Find the other two vertices എന്നുള്ള ചോദ്യം. അതായത് XY ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വശങ്ങൾ ഉള്ള റെക്ടാംഗിളിന്റെ ഏതെങ്കിലും ഓപ്പോസിറ്റ് വേർട്ടിസസ് തന്നിരുന്നാൽ ഫൈൻഡ് ദ അതർ ടു ഓപ്പോസിറ്റ് വേർട്ടിസസ് എന്ന് പറയുന്ന ചോദ്യം നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതാണ്. ഇനി സ്ക്വയർ കോർഡിനേറ്റ്സ് ഓഫ് അതർ 3 വേർട്ടിസസ്. ഒരു സ്ക്വയർ ഇതുപോലെ തന്നെ ഒരു സ്ക്വയർ തന്നിട്ട് അതിന്റെ ഒരു വേർട്ടെക്സ് തന്നിരിക്കുകയാണ്. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 3 വേർട്ടിസസ് എന്ന് പറയുകയാണ്. 3 വേർട്ടിസസ്. അപ്പോ ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ട് അതിന്റെയും കണ്ടീഷൻ ഇങ്ങനെ തന്നിരിക്കണം. എന്ത്? സൈഡ്സ് ആർ പാരലൽ ടു ദി എക്സ് ആൻഡ് വൈ ആക്സിസ് എന്ന് തന്നിട്ടുണ്ടാകണം എന്നർത്ഥം. അതും നമുക്ക് വരച്ചു നോക്കിയാൽ അല്ലെങ്കിൽ മനസ്സിലുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ വേർട്ടിസ് ഓഫ് an isosceles triangle, equilateral triangle, square, rhombus, parallelogram. ഇതെന്താന്ന് വെച്ചാല് 3 points are given. Coordinates of 3 points are given. Prove that the points are vertices of an isosceles triangle എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക? A, B, C എന്നീ 3 പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്തിട്ട് find the distance between AB. ABയുടെ അകലം കാണുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ BC ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AC. ഈ 3 അകലങ്ങളും കാണുക. If any 2 sides are equal, then that is an isosceles triangle. If 3 sides are equal, that is an equilateral triangle. കണ്ടോ? അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണിത്. ദെൻ സ്ക്വയർ, റോംബസ്. ഈ 4 vertices are given. Coordinates of 4 points are given. Prove that the vertices, the points are vertices of a square എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന 4 ബിന്ദുക്കൾ 4 പോയിന്റ്സ് അത് ഒരു സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ശീർഷങ്ങളാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ദ സൈഡ്സ് ഓഫ് ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് 4 സൈഡ്സ്. 4 വശങ്ങളുടെയും നീളങ്ങൾ കാണുക. 4 വശങ്ങളുടെയും നീളങ്ങൾ കണ്ടാൽ മാത്രം പോരാ സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യാൻ. കാരണം എന്താ? 4 വശങ്ങളുടെയും നീളങ്ങൾ തുല്യമായാൽ അത് സ്ക്വയർ തന്നെ ആകണമെന്നില്ല. എന്തു ആകാം? റോംബസും ആകാം, സമഭുജ സാമാന്തരികവും ആകാം. കണ്ടോ? അപ്പൊ റോംബസ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദ്യമെങ്കിൽ പ്രൂവ് ദാറ്റ് the length of 4 sides are equal എന്ന് പ്രൂവ് ചെയ്താൽ ദാറ്റ് ഇസ് എ റോംബസ്. അത്രേ ഉള്ളൂ. അതേസമയം സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തും കൂടെ കാണണം. സൈഡ്സിന്റെ ലെങ്ത് മാത്രമല്ല ഡയഗണൽ ലെങ്ത് കൂടി കാണണം. ഡയഗണൽസ് ആർ ഓൾസോ ഈക്വൽ. എന്തില്? സ്ക്വയറിന്റെ 4 sides are equal. 4 sides ഒരു ലെങ്ത്. ദെൻ ഡയഗണൽസ് ആർ ഈക്വൽ. ഡയഗണൽസ് വേറെ ലെങ്ത്. രണ്ടും ഈക്വൽ ആയിരിക്കും. അതും കൂടെ കാണണം. അപ്പോൾ സ്ക്വയർ, റോംബസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. ദെൻ പാരലോഗ്രാം ആണെങ്കിലോ പ്രൂവ് ദാറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ABCD എന്നീ 4 വേർട്ടിസസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ABയും CDയും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യുക. ആൻഡ് AD-BC. Then the other 2 sides are also equal എന്ന് പ്രൂവ് ചെയ്യുക. അങ്ങനെ ഓപ്പോസിറ്റ് ലെങ്ത് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്താൽ ദാറ്റ് ഇസ് എ പാരലോഗ്രാം.
പിന്നെ പോയിന്റ്സ് ഓൺ എ സർക്കിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ, ഇൻസൈഡ് ദ സർക്കിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തതാണ്. എന്താണ്? റേഡിയസ്, സെന്റർ തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട് എങ്കിൽ തന്നിരിക്കുന്ന പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് റേഡിയസിന് ഈക്വൽ ആണെങ്കിൽ ദാറ്റ് പോയിന്റ് ഈസ് ഓൺ ദ സർക്കിൾ, റേഡിയസിനേക്കാൾ വലുതാണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ, റേഡിയസിനേക്കാൾ ചെറുതാണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ റിവിഷൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ചാപ്റ്റർ വളരെ നന്നായിട്ട് പഠിക്കുക, കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് ആവശ്യമുള്ള മറ്റു ചാപ്റ്റർ പുറകെ വരുന്നുണ്ട്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.